എല്ലാം നടക്കണ അയ്യപ്പനാരെ വിറ്റ് തിന്നില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എങ്കിലും ഒന്ന് മറിഞ്ഞ് നാടിന് വേണ്ടി നമ്മളാ ഇങ്ങോട്ടൊരു റോഡുണ്ട്, എല്ലാം ഇവിടെ കൊണ്ടുവന്നാണ് 45 വർഷമായി. ഇതുവരെ ഇത്രയും കാലമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ച് ഒരു വികസനവും ഇല്ലാത്ത തലമാണ്. എന്തായാലും ഇപ്പൊ അങ്ങനെ പറയണമെന്നാണ് വിചാരിക്കുന്നത്. പ്രതീക്ഷിക്കുന്നു ഈ വർഷം ഇലക്ഷനിൽ നമ്മൾ കേരളത്തിൽ കാണാത്ത ഒരു മാറ്റം ഉണ്ടാവും. അത് തീർച്ചയായും. സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയല്ലേ? എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ടും ഇതേ ആവശ്യത്തിന് തന്നെ ഈ വലിയ പ്രദേശത്തിൽ രൂപപ്പെട്ട് എന്നെ അൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന അപേക്ഷയുണ്ട്. വികസനത്തൊട്ടുമില്ലാതെ അറിയിക്കുന്ന മണ്ഡലത്തിൽ ഉത്സവം കൊണ്ടുവരാനായിട്ടും കഴിഞ്ഞ 40 വർഷക്കാലത്തോളം നടക്കുന്നത് ഭാഗമാണ് ധരിച്ചിട്ട് വികസനം എന്ന് പറയുന്നത് വാഗ്ദാനത്തിലൂടെ മാത്രം തന്നുപോയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ചുറ്റുമുള്ളത്. തീർച്ചയായിട്ടും ഇനി അതിനൊരു മാറ്റം വരാനായിട്ട് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ നിന്ന് ഓരോരുത്തരും വളരെ അർപ്പണബോധത്തോടുകൂടി വോട്ട് ചെയ്യുക. ആ ഒരു വോട്ട് വലിയ വലിയ വോട്ടുകളാണ്. ഇനി അത് പാഴാക്കാനുള്ളതല്ല എന്നുള്ള ശുദ്ധിയോടുകൂടി നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യും. ആ ഒരു വോട്ട് വികസനത്തിന് വേണ്ടിയിട്ടാവണം, നമ്മുടെ നാടിന് വേണ്ടിയിട്ടാവണം, നാളത്തെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാവണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യും. നിങ്ങളുടെ വോട്ട് പാഴാക്കരുത്. മറ്റു താവർ അനാവധി തന്നെ രൂപപ്പെട്ട് നിങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ എത്തിക്കുന്നവരെ നമ്മളുടെ നിങ്ങളുടെ മുമ്പാകെ അഭ്യർത്ഥിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറയാം, അവിടെ ചേർപ്പറ കടയിൽ നിന്ന് എന്റെ പണ്ടാട്ടിയാണ് കയ്യെന്നൊന്ന് പറയാം. വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും. നമ്മുടെ ചിഹ്നം താമര താമര താമര. നമ്മുടെ സാരഥി വിവേക് ഗോപൻ. വിവേകമുള്ള വികസനം സാധ്യമാക്കും. വികസിത അരുവിക്കലിയാണ് നമ്മുടെ ലക്ഷ്യം. താമരയാണ് നമ്മുടെ ചിഹ്നം. പ്രിയപ്പെട്ട കഴിഞ്ഞ 25 വർഷക്കാലമായി അരുവിക്കരയുടെ വികസന സ്വപ്നങ്ങൾ പിന്നോട്ടടിച്ച അഭ്യർത്ഥിക്കുന്നു. മഹാത്മാധ്യക്ഷനിൽ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി വിവേക് ഗോപനെ സ്വീകരിക്കുന്നതിലേക്കായി
ഒത്തിരി സന്തോഷം. ഇതേ രീതിയിൽ തന്നെ ആവേശോജ്വലമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും താമരമലയാളത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വർദ്ധിച്ച ഭൂരിപക്ഷം വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാടിന് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളും സമഗ്ര വികസനവും നരേന്ദ്രമോദി സർക്കാരിന്റെ ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കണമായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് തെരഞ്ഞെടുപ്പ്. അതിൽ ഓരോരുത്തരുടെയും വോട്ട് പാഴാക്കണമെന്നുള്ളതല്ല. കഴിഞ്ഞ 40 വർഷക്കാലം ഇടതും വലുതും ഒക്കെ മാറി മാറി ഭരിച്ച് നമ്മുടെ നാട് വളരെ ശോചനീയ അവസ്ഥയിലാണെന്നുള്ളത് ഞാൻ പറയാതെ നമുക്കുള്ള പ്രദേശവാസികൾക്ക് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റം തീർച്ചയായിട്ടും ആ ഒരു വോട്ട് വലിയ വലിയ വോട്ടുകളാണ്. അത് വളരെ അപ്പുറത്തോടുകൂടി വോട്ട് ചെയ്യേണ്ട ഒന്നാണ്. ചിന്തയോടുകൂടി നമ്മൾ ഒരു വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുക. ആ ഒരു വോട്ട് താമരമലയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരമലയാളത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന വിജയിപ്പിക്കണമെന്ന് നമ്മളോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ വിവേകിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ കണ്ട സന്തോഷം പങ്കുവെക്കുന്ന ആളുകൾ. അമ്മ കണ്ടോ? സ്ഥാനാർത്ഥിയെ കണ്ടോ? എന്താണ് അമ്മയുടെ ഒരു പ്രതീക്ഷ? വിവേക് വന്ന ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കോ? നടക്കും. എന്താണ് ബിജെപി തന്നെയായിരിക്കും വിജയിക്കുന്നത് ഇവിടെ? ആഗ്രഹം ജയിച്ചെങ്കിൽ മതിയായിരുന്നു. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം വരാനുള്ളത്? അതുകൊണ്ട് എല്ലാം നടക്കണ അയ്യപ്പനാരെ വിറ്റ് തിന്നില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എങ്കിലും ഒന്ന് മറിഞ്ഞ് നാടിന് വേണ്ടി നമ്മളാ ഇങ്ങോട്ടൊരു റോഡുണ്ട്. എന്നെ ഇവിടെ കൊണ്ടുവന്നാണ് 45 വർഷമായി. ഇതുവരെ ഒരു ഇതില്ല. റോഡൊക്കെ കണ്ട് ഞങ്ങളെ 7-8 പിള്ളേര് മറിഞ്ഞു വീണ് കണ്ടോ. എല്ലാവരും ഇപ്പൊ തൊഴുതു പറഞ്ഞു. ഇതെങ്കിലും ഒരു മാറ്റം വന്ന് കിട്ടിയാൽ വളരെ ഉപകാരം. എന്തായാലും വലിയ പ്രതീക്ഷ ഉണ്ടെന്നാണ് അമ്മയൊക്കെ പറയുന്നത്. ഈ പറയുന്നത് പോലെ നാട്ടുകാർ ഓരോരുത്തരോടും ചോദിക്കാണ്. ചേട്ടാ, ഈ ബിജെപിയുടെ ഒരു മാറ്റം ഇവിടെ ഉണ്ടാകുമോ ഇത്തവണ? ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇത്രയും കാലമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ച് ഒരു വികസനവും ഇല്ലാത്ത തലമാണ്. എന്തായാലും ഇപ്പൊ അങ്ങനെ പറയണമെന്നാണ് വിചാരിക്കുന്നത്. ഒരു മാറ്റം എന്തായാലും പ്രതീക്ഷിക്കുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് പ്രചാരണങ്ങളൊക്കെ? പ്രചാരണമൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും മാറ്റം വരും. ഈ വർഷം ഇലക്ഷനിൽ നമ്മൾ കേരളത്തിൽ കാണാത്ത ഒരു മാറ്റം ഉണ്ടാവും. അത് തീർച്ചയായും. സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയല്ലേ? അടിപൊളി സ്ഥാനാർത്ഥിയല്ലേ? മറ്റൊരു കുറ്റങ്ങളൊന്നും പറയാല്ല. 5 വർഷം ഭരിച്ച ആളാണ് വീണ്ടും 5 വർഷം കൂടെ ചോദിക്കുന്നത്. ഇതാദ്യമായിട്ട് ചോദിക്കുന്നതല്ലേ. അപ്പൊ ആ പുള്ളിക്കാണ് കൊടുക്കാനുള്ളത്. ഈ അഭിനയിക്കുന്ന ഒരാളാണ്, രാഷ്ട്രീയം അറിയില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ നിൽക്കണമെങ്കിൽ പെണ്ണുങ്ങളൊക്കെ അറിയാം. ഇപ്പോഴത്തെ വനിതാ വോട്ടർമാര് ഇത്രയും വനിതകൾ ഇവിടെ പങ്കെടുത്തില്ലേ? സാധാരണ അങ്ങനെ പങ്കെടുക്കണതല്ല. അത് അവരുടെ കൂടെ ഉള്ള സ്നേഹം കൊണ്ടുള്ളത് തന്നെയാണ്. എന്തായാലും ഇതൊക്കെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം. എന്തായാലും വോട്ടെടുപ്പ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയൊരു പ്രതീക്ഷയാണ് ബിജെപിക്ക് അരുവിക്കര മണ്ഡലം എന്ന് പറയുമ്പോഴുള്ളത്.